Good morning, sir. Good morning, good morning. എല്ലാവരും ഇരിക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണോ അറിയാൻ? കുഴപ്പമില്ല. എന്താ ദിവസം ക്ലാസ്സിലൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ? സുഖമല്ലായിരുന്നോ? അറിയായിരുന്നോ? ലീവിലൊക്കെ വന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായാലും പഠിച്ചത് ഓർമ്മയുണ്ടോ? ഭൂമിയുടെ തൊലിയെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഭൂമിയുടെ തൊലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞു തന്നതാണ്. ഭൂമിയുടെ ഉള്ളതിനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കുട്ടികളല്ലേ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് ഭൂമിയുടെ തൊലിയൊക്കെ പറഞ്ഞത്. പരീക്ഷയ്ക്കൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. ഭൂമിയുടെ ഇല്ല, പരീക്ഷയ്ക്ക് അങ്ങനെ മാർക്ക് കിട്ടുക ഉള്ളൂ. ഭൂമിയുടെ ഉള്ളതായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു അല്ലല്ല സാറ് കുറച്ച് ദിവസം ലീവ് പോകണം. ട്രാൻസ്ഫർ വെച്ചോ വേറെ അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. പോണം, ഗവൺമെന്റിനല്ലേ, അപ്പൊ അധികം പറ്റില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഭൂമിയുടെ ഉള്ളവരെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തുടങ്ങാം. ഓക്കെ, ചെറിയൊരു കഥ അതിന് പറഞ്ഞാൽ അതൊരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം കൈ കിട്ടും. കുഴപ്പമില്ല, ചെറിയ കഥ പെട്ടെന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കഴിഞ്ഞ് പറഞ്ഞു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, ഒരു രാജ്യത്ത് ഒരു രാജകുമാരനെ വിവാഹം കഴിക്കാനായിട്ട് പതിനേഴ് കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്, തന്റെ രാജ്യത്തേക്ക് വരിക. ഓക്കെ, എന്താ പറഞ്ഞത്, ഒരു രാജ്യത്ത് ഒരു രാജകുമാരൻ വിവാഹം കഴിച്ചിട്ട് തന്റെ പതിനേഴ് കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്, തന്റെ രാജ്യത്തേക്ക് വരികയാണ്. അയൽ രാജ്യത്ത് പോയിട്ട് വിവാഹം കഴിച്ച് രാജകുമാരിയായിട്ട് സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാജാവിനെ ഈ രാജകുമാരിയെ കാണാനും അവർക്ക് എന്താണ്, അവർക്ക് വിശ്വസിക്കാൻ തരാനൊക്കെ ആയിട്ട് അവിടെ ഈ റോഡിന്റെ സൈഡിൽ കൂടെ നിൽക്കുക. ഓക്കെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം. രാജാവിന്റെ പേരില്ല. ഓക്കെ, ജസ്റ്റ് ഒരു രാജാവ് മാത്രമേ വിചാരിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കേട്ടോ. ഓക്കെ, രാജകുമാരി. ഓക്കെ, അപ്പൊ എന്താണ്, ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യണം, റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ രാജാവിനെ രാജകുമാരി വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ രാജാവ് രാജകുമാരി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കുതിരപ്പുറത്ത് ഇറങ്ങി, രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരെന്താണ് നടന്ന് ആ മൈതാനത്തുള്ള നടന്ന് നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോവാണ്. കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് ആളുകൾ ആരും എന്ത് ചെയ്തില്ല, രാജകുമാരനെ ഓൾറെഡി അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ ഒന്നും ശരിക്കും എന്തുകൊണ്ടാണ് രാജകുമാരി കാണാൻ വേണ്ടി. പക്ഷെ രാജകുമാരി കാണുന്നുണ്ടോ? പിന്നെ അവരുടെയൊക്കെ ശ്രദ്ധ പോണത് അവരെല്ലാം ശ്രദ്ധിക്കുന്നത് ഈ രാജകുമാരി രാജാവിന് ഒരു സമ്മാനത്തിലേക്കാണ് പോകുന്നത്. രാജകുമാരൻ രാജകുമാരി കല്യാണം അവരുടെ കുടുംബക്കാര് എന്ത് ചെയ്യുന്നത്, രാജാവിന്റെ രാജകുമാരിയുടെ രാജകുമാരി ഇവർക്ക് സമ്മാനം കൊടുക്കുന്നത്, രാജകുമാരൻ സമ്മാനം. അപ്പൊ ഇന്നാണ് എന്താണ് ഈ ഒരു ആ സമ്മാനത്തിലേക്കാണ് പോകുന്നത്. സ്വർണ്ണ വിഗ്രഹമാണ്, ചെറിയൊരു കലയുള്ള ഒരു വിഗ്രഹമാണ് എന്ത് ചെയ്യുന്നത്, സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത്? അല്ലല്ല, തലല്ല, അത് വിഗ്രഹമല്ലേ. അപ്പൊ രാജകുമാരൻ കയ്യിലുള്ള സാധനമുണ്ട്. ഓക്കെ, ആ വിഗ്രഹം പിടിച്ചുകൊണ്ടാണ് രാജകുമാരൻ വരുന്നത്. തൊട്ടടുത്ത് രാജകുമാരിയാണ്. അപ്പൊ ഇങ്ങനെ വരുന്നു, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ വിഗ്രഹത്തെയാണ്. അപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ആ രാജ്യത്ത് എന്താണ്, പട്ടിണി വരുന്നു, രോഗങ്ങൾ വരുന്നു, അങ്ങനെ ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളൊക്കെ രാജ്യത്തേക്ക് വരികയാണ്. അപ്പൊ ആളുകൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ദുരിതങ്ങളും കാര്യങ്ങളും വന്നത്? നമ്മുടെ രാജകുമാരി അതുകൊണ്ടാണോ, രാജകുമാരി കാരണമാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ആളുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് എന്താണ്, രാജകുമാരൻ എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള അയൽരാജ്യത്ത് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉപദേഷ്ടാവിനെ വിളിച്ചിട്ട് എന്താണ്, ഉപദേഷ്ടാവിനോട് ചോദിച്ചു. അപ്പൊ ഉപദേഷ്ടാവ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് ഉപദേഷ്ടാവ് പറയാണ്, ഇതിന് കാരണം എന്താണ്, രാജകുമാരന് അയൽരാജ്യത്ത് നിന്ന് കൊടുത്ത ആ വിഗ്രഹം മൂലമാണ് എന്താണത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ദുരിതങ്ങളും രോഗങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണ്, ഈ ഒരു വിഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് പറയുന്നത്. അപ്പൊ അതിന് പ്രതിവിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ രാജകുമാരൻ പറഞ്ഞു കൊടുക്കണം, ഈ വിഗ്രഹം നീ എന്ത് ചെയ്യണം, ഭൂമിയുടെ ഏറ്റവും മുറ്റത്ത് കൊണ്ടുപോയിട്ട് ഭൂമിയുടെ അവസാനം കൊണ്ടുപോയിട്ട്
കൊണ്ടുപോയിട്ട് ഈ വിഗ്രഹം എറിഞ്ഞ് പൊട്ടിച്ച് കളയണമെന്നാണ് പറയുന്നത്. അതായത് ഭൂമിയുടെ അവസാനം കൊണ്ടുപോയിട്ട് ഈ വിഗ്രഹം അവസാനം പറയും ഓക്കെ ഈ വിഗ്രഹം എന്ത് ചെയ്യണം എറിഞ്ഞ് പൊട്ടിച്ച് കളയണമെന്നാണ് ആര് പറയുന്നത്? രാജാവാണ് പറയുന്നത്. ഓക്കെ നിങ്ങൾക്ക് അത്ര കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എന്തൊക്കെയാണ് ഉള്ളിലൊരു ആകാംക്ഷ ഉണ്ടാവും. എന്താണ് ഭൂമിയുടെ അറ്റം എവിടെയാന്ന്? ഭൂമിയുടെ അറ്റം എവിടെയാ? ഈ വിഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ടാവും ആകാംക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? വേറെ ആകാശമൊക്കെ ഓക്കെ. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഭൂമിയെ കുറിച്ചാണ്. ഈ ഭൂമിയുടെ അവസാനം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഭൂമി ഉരുണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവില്ലേ? ശരി, അതാണ് പഠിക്കാൻ പോകുന്നത്. എന്താ സാധനം? ഭൂമി ഡിവൈഡ് ഭൂമി കഥയും കാര്യവും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമി കഥയും കാര്യമുള്ള ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഭൂമി, എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഭൂമി ഉണ്ടാകുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് ആരാണ് പറഞ്ഞത്, ഭൂമിക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞു തന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സാധാരണ ചിത്രം കാണിച്ചത്. ഓക്കെ, ഇതാരെന്നറിയോ? ഇതാണ് ഫേസ്. ഫേസ് എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നതെന്നും ഭൂമി എന്താണ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവാണ് ഭൂമി എന്ന് ആരാണ് പറഞ്ഞത് ആദ്യമായിട്ട്? ഓക്കെ, ഫേസ് പറയാനുണ്ട്. ഭൂമി എന്ന് പറഞ്ഞ സംഭവം എന്താണ് ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത് പുള്ളി കണ്ടുപിടിച്ചു. പുള്ളി ഒരുപാട് പഠനങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ട് പറയണത് ഈ ഭൂമി എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെ ഇങ്ങനെ വെള്ളത്തിന് പൊങ്ങി കിടക്കണം എന്ന് പറയാം. നമ്മുടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ബോളോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പൊങ്ങി കിടക്കില്ലേ, താന്നു പോകലല്ലോ. അതേപോലെ എന്താണ് ഭൂമി വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കണം. ആരാ പറഞ്ഞത്? തേൽസ്. അങ്ങനെ നിങ്ങൾ ഈ പേര് പറഞ്ഞു തേൽസ്. പരീക്ഷയ്ക്ക് ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോൾ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന കാര്യത്തിൽ ആദ്യം തേൽസിനെ കുറിച്ചാണ് ആദ്യം എഴുതുന്നത്. കാരണം ഭൂമിക്ക് ഉരുണ്ടതാണെന്നും അത് വെള്ളത്തിൽ പോലെ പൊങ്ങി കിടക്കണം എന്നതാണ് തേൽസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പൈതഗോറസ്. പൈതഗോറസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? മാത്സിൽ പൈതഗോറസ് തിയറം. പൈതഗോറസ് അരിസ്റ്റോട്ടിലും. ഓക്കെ, അവര് ഇതിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഈ തേൽസിന് ശേഷം വന്നതാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും. അവര് വന്നിട്ട് പറയുകയാണ് ഭൂമി എന്താണ് ഉരുണ്ടിട്ടാണ്. ഓക്കെ, അവര് ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് പറയാണ് തേൽസിന്റെ കണ്ടെത്തൽ ശരിയാണ്. എന്താണ് ഭൂമി ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എന്താണ് ഭൂമി ഒരിക്കലും വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒന്നല്ല എന്ന് അവർ കണ്ടെത്തുകയാണ്. പക്ഷെ അവർക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ആളുകൾ പറയാനോ ഒന്നും പറ്റില്ല. കാരണം ആ ആശയം പറഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ എന്ത് ചെയ്തു, ഓൾറെഡി തേൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമി വെള്ളത്തിന് മുകളിലാണ് എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിന് പുറത്ത് അങ്ങനെ ഒരു ബിലീഫ് അവരുടെ ഇടയിലും ആ ജനങ്ങൾക്കിടയിൽ പണ്ട് നൂറ്റാണ്ടുകളുടെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പൈതഗോറസും അരിസ്റ്റോട്ടിലും പറഞ്ഞിട്ടുള്ള ഈ സിദ്ധാന്തത്തോട് അവർക്ക് യോജിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഭൂമി ഉരുണ്ടിട്ടാണ് എന്നുള്ള കാര്യം പൈതഗോറസും അരിസ്റ്റോട്ടിലും പറഞ്ഞ് അവരുടെ ആശയമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ആളാണ് കോപ്പർനിക്കസ്. ആരാ സാർ? കേട്ടില്ല. ആരാ? കോപ്പർനിക്കസ്. ഓക്കെ, കോപ്പർനിക്കസ് വന്നിട്ട് എന്താണ് ഇതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലല്ല ചൈനക്കാരൻ. ഇതിന്റെ ഒരു പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ആണ്. ആ സമയത്ത് സങ്കല്പങ്ങൾ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണ്. ചരിത്രപരമായ ചിത്രകാരന്മാരാണ് വരച്ചത്. ഓക്കെ, നമ്മൾ ക്ലാസ് പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ കോപ്പർനിക്കസ് ആണ് എന്ത് പറഞ്ഞു, ഈ പൈതഗോറസും അരിസ്റ്റോട്ടിലും കണ്ടെത്തിയിട്ടുള്ള സിദ്ധാന്തം ശരിയാണെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോടും ആളുകളോടൊക്കെ പറഞ്ഞു. അവരത് സിദ്ധാന്തങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. കോപ്പർനിക്കസ് പറഞ്ഞു ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 പേരെ കണ്ടു, 3 സിദ്ധാന്തങ്ങളിലൂടെ കണ്ടു. ആദ്യത്തെ ആളാണ് തേൽസ്. തേൽസ് പറഞ്ഞാൽ ഭൂമി ഉരുണ്ടിട്ടാണ്, പക്ഷേ
വെള്ളത്തില് പൊങ്ങി കിടക്കാം. ശ്രദ്ധിക്കണം, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാലേ ഉള്ളത് പരീക്ഷ നല്ലതുപോലെ എഴുതാൻ പറ്റുള്ളൂ. വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കണം. രണ്ടാമത് ആരാണ് വന്നത്? പൈതഗോറസും അരിസ്റ്റോട്ടിലും. ഭൂമി നീണ്ടിട്ടാണല്ലോ, ഭൂമി ഉരുണ്ടിട്ടാണ്, പക്ഷെ അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. മൂന്നാമത് നമ്മൾ പഠിച്ചത് കോപ്പർനിക്കസിനെ കുറിച്ചാണ്. കോപ്പർനിക്കസ് പറഞ്ഞു അരിസ്റ്റോട്ടിന്റെയും പൈതഗോറസിന്റെയും സിദ്ധാന്തം ശരിയാണ്. ഭൂമി പുള്ളി പറഞ്ഞത് എന്താണ്? അവരുടെ സിദ്ധാന്തം ശരിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ കോപ്പർനിക്കസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇല്ല, അത് കണ്ടെത്തി തെളിയിക്കണം. ഓക്കെ, കോപ്പർനിക്കസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത് മാത്രമേ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വേറെ ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പം ഭൂമി ഉരുണ്ടിട്ടാണെന്ന് ആര് പറഞ്ഞു? കോപ്പർനിക്കസ് തെളിയിച്ചു. ഓക്കെ, ഇതാരാന്നറിയാമോ? ആര്യഭട്ടൻ. ഇത് ആര്യഭട്ടന്റെ പ്രത്യേകത എന്താണ്? മാത്സിന്റെ എന്തോ അല്ലേ? ഇയാളൊരു ഇന്ത്യക്കാരനാണ്. ഓക്കെ, ഇന്ത്യക്കാരനാണ്, പെട്ടെന്ന് പിടുത്തം. ആര്യഭട്ടൻ ഇന്ത്യക്കാരനാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിലാണെന്നുള്ളൂ. ഓക്കെ, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചവരാണല്ലേ. ഓക്കെ, അപ്പൊ ഇതൊരു ഭൂമിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇതൊരു ഗോളാണ്, ഇത് ഭൂമിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിന് നടുവിലൂടെ ഒരു വര കൊണ്ടുവന്നോ, അതിനെയാണ് അച്ചുതണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആര്യഭടൻ പറഞ്ഞത് ഈ ഭൂമിക്ക് നടുവിലൂടെ ഒരു ഇമാജിനറി അച്ചുതണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താണ് ഇമാജിനറി അച്ചുതണ്ട് എന്ന് പറഞ്ഞതാണ്? അതൊരു നമുക്കത് കണ്ടുപിടിക്കാനാവില്ല, അത് ഇന്നതാണ് ഇതിന്റെ അച്ചുതണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു അച്ചുതണ്ട് ഉണ്ട്. അത് സാർ കുറച്ച് പറഞ്ഞു, ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മളതിനെ പഠിക്കും. ഈ ക്ലാസ്സിൽ തന്നെ നമ്മളതിനെ പഠിക്കും. ഓക്കെ, ഭൂമിക്ക് ഒരു അച്ചുതണ്ട് ഉണ്ടെന്നും ഈ അച്ചുതണ്ടിലാണ് ഭൂമി കറങ്ങുന്നതെന്ന് ആര് പറഞ്ഞു? ആര്യഭടൻ പറഞ്ഞു. ആര്യഭടൻ ആരാണ്? ഒരു ഇന്ത്യക്കാരനാണ്. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത്. നമ്മളിപ്പോ 4 കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചില്ലേ? ആരെ കുറിച്ച് ആദ്യം പഠിച്ചത്? തേൽസിനെ കുറിച്ച്. തേൽസ് പറഞ്ഞു ഭൂമി ഉരുണ്ടിട്ടാണ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാന്ന്. പൊങ്ങിക്കിടക്കാണ് ഭൂമി എന്ന് പറഞ്ഞ സാധനം, പൊങ്ങിക്കിടക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു അരിസ്റ്റോട്ടിലും പൈതഗോറസും നമ്മൾ പറഞ്ഞു ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന്, പക്ഷെ പൊങ്ങിക്കിടക്കല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ആര് വന്നു? കോപ്പർനിക്കസ് വന്നു. കോപ്പർനിക്കസ് എന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് ശരിയാന്ന്. അവര് പറഞ്ഞത് ശരിയാണെന്ന് ആര് പറഞ്ഞു? കോപ്പർനിക്കസ് പറഞ്ഞു. പിന്നെ വന്നതാണ് ആര്യഭടൻ. ആര്യഭടൻ പറഞ്ഞു ഭൂമി ഉരുണ്ടിട്ട് തന്നെയാണ്, അവരുടെ പഠനങ്ങൾ ശരിയാണ്. അതിനോടൊപ്പം ഞാൻ കുറിച്ചിട്ടുണ്ട് ഭൂമിക്കൊരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി കറങ്ങുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം വന്ന ആളാണ് മഗലൻ എന്ന് പറഞ്ഞ ആളാണ് വന്നത്. ഓക്കെ, മഗലൻ എന്താ ചെയ്തത്? മഗലൻ മഗലന്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് യാത്ര തുറന്നിട്ട് ഭൂമി മൊത്തം കറങ്ങി എവിടെയാണോ യാത്ര അവസാനിപ്പിച്ചത് അവിടെ തന്നെ തിരിച്ചു വന്നു. പുള്ളി കപ്പൽ മാർഗമാണ് പോയത്. മകരചേട്ടൻ എങ്ങനെ പോയത്? കപ്പൽ മാർഗമാണ് പോയത്. കപ്പൽ മാർഗം മകരചേട്ടൻ പോയിട്ട് ഭൂമി മൊത്തം കണ്ടു. ഭൂമി മൊത്തം കറങ്ങി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഈ സിദ്ധാന്തങ്ങളൊക്കെ പഠിച്ച് ഇവരുടെ ഈ തിയറികളൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പം എല്ലാവരും ഒരുമിച്ച് ദിവസമൊന്നുമില്ല. പിന്നെ മകൻ ചേട്ടൻ എഴുതുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണത്. മകൻ ചേട്ടൻ കേട്ടോ. ഓക്കെ, ഭൂമി ഉരുണ്ടിട്ടാണ് കപ്പൽ മാർഗം. പുള്ളി എവിടെ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ ചെയ്തിട്ട് യാത്ര ചെയ്ത് തിരിച്ച് അവിടെ തന്നെ വന്നിട്ട് പുള്ളി സ്ഥിരീകരിക്കാണ് ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. പക്ഷെ ഇതിന് വലിയ കാര്യമായിട്ടുള്ള തെളിവ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതിനുശേഷമാണ് ഐസക് ന്യൂട്ടൻ വരുന്നത്. ഓക്കെ, ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല? ഓക്കെ, അപ്പൊ ഐസക് ന്യൂട്ടനാണ് എന്ത് ഈ ഭൂമി ഉരുണ്ടിട്ടാണെന്നുള്ള തേൽസിന്റെയും പിന്നെ ആരുടെ സിദ്ധാന്തങ്ങൾ? തേൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. പിന്നെ ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കോപ്പർനിക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാ പറഞ്ഞത്? പൈതഗോറസ്. ഇവരൊക്കെ പറഞ്ഞ ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. എന്നാലും ഐസക് ന്യൂട്ടൻ പറയുന്നത് ഭൂമി ഉരുണ്ടിട്ടല്ല എന്ന്. ഓക്കെ, ഐസക് ന്യൂട്ടൻ എന്താ പറഞ്ഞത്? ഭൂമി ഉരുണ്ടിട്ടല്ല, പകരം ഭൂമിയുടെ ഷേപ്പ് നമ്മളൊരു ജിയോൺ ഷേപ്പാണ്. അതായത് നമുക്ക് നമ്മുടെ വീടുകളിൽ മുട്ട ഉണ്ടാവില്ലേ? മുട്ടയല്ല, സോറി, മുട്ട. ഓക്കെ, ഈ മുട്ടയുടെ ഷേപ്പാണ് എന്ത്? ഭൂമിക്കുള്ളത്. അതായത് മുകൾ ഭാഗത്ത് കുറച്ച് പരന്ന രീതിയിലും അത് തന്നെ
ഭൂമിയുടെ ഭൂപ്രതലത്തില് ഉപരിതലത്തില് പരന്നിട്ട് അതിന്റെ രണ്ട് സൈഡുകളില് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു മുട്ടയുടെ പോലെ ഉള്ള ഒരു ഷേപ്പാണ്. ഇത് വൃത്തമല്ല, നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത് വൃത്തമല്ല, ഇത് ജിയോഡ് ഷേപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ജിയോഡ് ഷേപ്പ്. പരീക്ഷയ്ക്ക് ജിയോഡ് ഷേപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഭൂമി ഉരുണ്ടിട്ടല്ല. ഇത് എത്ര മാർക്കാണ് അതനുസരിച്ച് എഴുതണം. അത് ആരുടെ ഐസക് ന്യൂട്ടനാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി ഉരുണ്ടിട്ടല്ല എന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് എഴുതണം കേട്ടോ. മറ്റെടുത്താ അപ്പൊ ഐസക് ന്യൂട്ടൻ എന്താ പറഞ്ഞത്? ഭൂമി ഉരുണ്ടിട്ടല്ല. ഭൂമി ഉരുണ്ടിട്ടല്ല, പകരം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജിയോഡ് ഷേപ്പ് ആണെന്ന് ആര് പറഞ്ഞു? ഐസക് ന്യൂട്ടൻ. ഓക്കേ, ഇതാരാണ് അറിയോ? ഇതാണ് ജീൻ ബെലിക്കോ എന്ന് പറഞ്ഞ ആളാണ്. ജീൻ ബെലിക്കോ എന്തായിരുന്നു? ഈ ജീൻ ബെലിക്കോ എന്താ ചെയ്യുന്നത്? ഈ ജീൻ ബെലിക്കോ നേരെ വീട്ടിൽ നിന്ന് ആള് സ്ഥലത്ത് നിന്ന് യാത്ര വന്നിട്ട് ഭൂമി മൊത്തം നടന്നും കപ്പലിലൂടെ ഒക്കെ യാത്ര ചെയ്ത് 11 വർഷം കൊണ്ട് ഭൂമി മൊത്തം കറങ്ങി വന്ന ആളാണ് ജീൻ ബെലിക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഭൂമി മൊത്തം കറങ്ങി വന്ന ആളാണ് ജീൻ ബെലിക്കോ. അതായത് ഭൂമിയിലെ പുള്ളി പറയാണ്, പുള്ളിയുടെ മാത്രം കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ ഒരുപാട് സാധനങ്ങളൊക്കെ പുള്ളി കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് ഇന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് ഈ പുള്ളിക്ക് മാത്രം തെളിവുകളുണ്ട്. ജീൻ ബെലിക്കോ 11 വർഷം കൊണ്ട് ഭൂമി മൊത്തം സഞ്ചരിച്ചു നടന്നും കപ്പൽ വഴി ഒക്കെ പോയിട്ട് ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. ഭൂമി ഉരുണ്ടല്ല, ഭൂമി മൊത്തം കറങ്ങിയിട്ട് അത് ഒരു ഉരുണ്ട ഭാഗം ജിയോ ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പാണെന്നത്. ഭൂമിക്ക് ഒരു എന്തെന്ന് പറയാൻ പറ്റുമോ? കാരണം അത് വൃത്ത രൂപത്തിലായതുകൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങിയിട്ട് അതേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തണം. എന്നിട്ട് ജീൻ ബെലിക്കോ പറയുകയാണ്, ഞാൻ ഭൂമി മൊത്തം കറങ്ങി 11 വർഷം കൊണ്ടാണ് അത് പൂർത്തിയാക്കിയെന്ന് പറയണം. ഓക്കെ, ഇത്രയും കാര്യമാണ് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഭൂമി കറങ്ങുന്നതെന്ന് പറഞ്ഞു. അച്ഛനാണ് നമ്മുടെ സാധനം ചോദിച്ചത്, എന്താണ് അച്ഛനാണ് കാര്യങ്ങൾ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഭൂമി കറങ്ങുന്നുണ്ട്, നമുക്കറിയാം. ഭൂമി കറങ്ങുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലേ? നമ്മള് കുട്ടിക്കാലം കൊണ്ടേ കേൾക്കുന്നതാണ് ഭൂമി കറങ്ങുന്നത്. ഭൂമി കറങ്ങാനായിട്ട് എടുക്കുന്ന സമയമാണത് ഈ ഭൂമി ഒരു തവണ ഇങ്ങനെ കറങ്ങാനായിട്ട് എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമി സ്വയം കറങ്ങുന്നത് ഭൂമിക്ക് അടിസ്ഥാനം നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, ഭൂമിക്ക് അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഭൂമി ഇങ്ങനെ കറങ്ങി പൂർത്തിയാക്കുന്നത് ഒരു തവണ കറങ്ങി അതേ പോയിന്റ് തന്നെ തിരിച്ചെത്തുമ്പോഴാണ് 24 മണിക്കൂർ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഭൂമിയിൽ കറങ്ങുന്നുണ്ട്. ഇവിടെ സൂര്യനാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക കേട്ടോ. ഭൂമി സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നത്? അതോടൊപ്പം കറങ്ങുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സൂര്യനാണെങ്കിൽ ഈ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്. ഓക്കെ, ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഇവിടെ നിന്ന് യാത്ര തുടങ്ങുന്നത് ഇവിടെ പോയി ഇവിടെ തിരിച്ചെത്താനായിട്ട് എടുക്കുന്ന സമയമാണത് 365 ദിവസം. ഓക്കെ, 365 ദിവസമാണത് ഭൂമി. നമുക്ക് ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 360 ദിവസമുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഫെബ്രുവരി മാസം 4 വർഷം കൂടുമ്പോൾ എന്തുണ്ട്? 28-ാം തീയതി 29-ാം തീയതി ഉണ്ട്. അധിക വർഷം നമ്മളതിന് മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പം എന്താണ് അങ്ങനെ ഇവിടെ നിന്ന് സൂര്യന് ചുറ്റും ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങി ആ ഭ്രമണം പൂർത്തിയാക്കുന്നതിനാണ് പരിക്രമണം എന്ന് പറയുന്നത്. അത് 365 ദിവസമാണ്. ഒരു വർഷത്തിൽ 365 ദിവസമേ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം ഒരു കാലം അങ്ങനെ 4 കാലങ്ങളിൽ കുറിക്കുമ്പോൾ ഒന്നാണ്. അപ്പൊ അതേപോലെ 4 വർഷം കൂടുമ്പോൾ അധിക വർഷം എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി 29-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ ഡേ കൂടെ വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചാൽ ഇത് കണ്ടോ? സമ്മർ, ഓരോ കാലങ്ങളാണ്, ഓരോ ഋതുക്കൾ എന്ന് പറയാം. മലയാളത്തിൽ അങ്ങനെ ഋതുക്കൾ എന്ന് പറയും. ഈ ഋതുക്കൾ വരാനായിട്ടുള്ള കാരണം എന്താണ്? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? ഋതുക്കൾ വരുന്നത്. ഓക്കെ, ഭൂമി സ്വയം കറങ്ങുന്നത്. ഇങ്ങനെ ഭൂമി സ്വയം കറങ്ങുമ്പോൾ സൂര്യന് നേരെ വരുന്ന സമയത്ത് നമുക്കറിയാവുന്ന അത് പകലായിരിക്കും. ഭൂമി ഇവിടെ വരുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇവിടെയാണെങ്കിൽ സൂര്യന് നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പകലായിരിക്കും. ഇപ്പൊ അമേരിക്കയിൽ ഇവിടെ അപ്പൊ അമേരിക്ക എവിടെയായിരിക്കും? ഭൂമിയുടെ പുറകിലായിരിക്കും, സൂര്യന്റെ പുറകിലായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ രാത്രിയായിരിക്കും. ഓക്കെ, അപ്പൊ ഭൂമി പറഞ്ഞു വന്നതാണ് അതൊരു ഇമ്പോർട്ടൻ്റ് അല്ല. പറഞ്ഞെന്താണ്? സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? നമുക്ക് ഋതുക്കളൊക്കെ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓരോ കാലങ്ങൾ നമ്മൾ കാണുന്നത്. സീസൺസ് ഇങ്ങനെ മാറി വരും. മഴക്കാലം വരും, കുറച്ച് കാലം മഴ മാറി വെയിലാവും, പിന്നെ ഇല പൊഴിയാൻ തുടങ്ങും, പിന്നെ പുതിയ ഇലകൾ വരും.
അർഗദോണ്ട്. ഓക്കേ, ഇത്രയും പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കേ, ടീച്ചർ ഒരു എക്സസൈസ് തരാം. നിങ്ങൾ രണ്ടും ഒരു ഗ്രൂപ്പ് ആവുക. നിങ്ങൾ രണ്ടും എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പ് ആവുക. സാന്ദ്രയും കാവ്യം. ഓക്കേ, വിജയൻ സോണിയ എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പ്. നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് ചേരുമ്പടി എടുക്കുക. ഇപ്പൊ സാറ് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചു നിങ്ങൾ എന്താണ് പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കുക. പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് വേഗം ചെയ്തോട്ടോ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരുമിച്ചിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വർത്തമാനം പറയുന്നുണ്ടോ? വർത്തമാനം പറയാൻ സമയം എടുക്കരുത്. ഓക്കെ, വേഗം തീർത്തോട്ടോ. കഴിഞ്ഞ അടുപ്പിച്ചൊക്കെ മറന്നുപോയാ? നിജയുടെ കഴിഞ്ഞല്ലോ. ഉച്ച കഴിഞ്ഞാൽ ഉറക്കം വരുന്നുണ്ടല്ലേ? സാരമില്ല കേട്ടോ, പൂർത്തിയാക്കിയ. അപ്പൊ ആര്യപടൻ എന്താണ് പറഞ്ഞത് സാന്ദ്ര? ആര്യപടൻ ഭൂമിക്ക് ഒരു അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ആള് ആരാണ്? ഭൂമി ഇങ്ങനെ പൊങ്ങി കിടക്കാം. പൊങ്ങി കിടക്കണമെന്ന് പറഞ്ഞു. അടുത്ത ആരാണ്? പൈതഗോറസ് എന്താണ് പറഞ്ഞത്? ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ വെള്ളത്തിലല്ലെന്ന് പറഞ്ഞു. അവസാനം വരുന്ന ആരാണ്? മഗല്ലൻ. മഗല്ലസ് എന്താണ് ചെയ്യുന്നത്? ഭൂമിയിലെ ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് മറ്റൊരു സ്ഥലത്ത് തിരിച്ചെത്തിയത്. ഓക്കെ, 11 വർഷം കൊണ്ട് ഭൂമി മൊത്തം എന്ത് ചെയ്തു? മഗല്ലസ് കറങ്ങി ചെയ്തു. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, ഇല്ല, മനസ്സിലായി. ഡൗട്ടൊന്നുമില്ല. എന്നാ സാറ് ചോദ്യം ചോദിക്കട്ടെ? എല്ലാം വായിച്ചേക്കല്ലേ? ഇത് പെട്ടെന്ന് മനസ്സിലായില്ല. എക്സസൈസ് ചെയ്ത പേപ്പർ തിരിച്ചു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അതിനെ നോക്കി പറയും. തിരിച്ച് സ്ഥലത്ത് വരുന്നുണ്ട്. തിരിച്ചു വർത്തമാനം പറയുന്നത് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മഗല്ലസ് എന്താണ് ചെയ്യുന്നത്? കാവ്യ? മഗല്ലൻ. മഗല്ലൻ. ഓക്കെ, മഗല്ലൻ എന്താണ് ചെയ്തത്? കാവ്യക്കുട്ടി ഒരു സ്ഥലത്ത് നിന്ന് പുള്ളി എന്ത് ചെയ്തു? മൊത്തം കറങ്ങി തിരിച്ച് എവിടെ എത്ര വർഷം കൊണ്ട്? 11 വർഷം കൊണ്ട് കേട്ടോ. ചോദ്യം ചോദിക്കുമ്പോ എഴുന്നേറ്റ് എന്നിട്ട് വേണം ചെയ്യാൻ. ജീൻ വലിക്കുക കേട്ടോ. ഓക്കെ, പൈതഗോറസ് എന്താണ് ചെയ്തത്? പൈതഗോറസിന്റെ സിദ്ധാന്തം എന്താണ് ഭൂമിയെ കുറിച്ചുള്ളത്? സോണിയ പറ. ഭൂമി ഉരുണ്ടിട്ടാണ്, പക്ഷെ വെള്ളത്തിലല്ല. ഭൂമി ഉരുണ്ടിട്ടാണ് വന്നത്, പക്ഷെ അത് വെള്ളത്തിലല്ല. ഓക്കെ, ആര്യഭടൻ എന്താണ് കണ്ടുപിടിച്ചത്? ഭൂമിയെ കുറിച്ച് ആര്യഭടൻ, അത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്യഭടന്റെ കണ്ടെത്തൽ എന്താണ്? ലിതിയ? അച്ചുതണ്ട് കണ്ടു. ഭൂമിക്ക് ഒരു അച്ചുതണ്ട് ഉണ്ടെന്നും